ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങളൊരു ട്രിപ്പ് പോവാണ് കേട്ടോ. അപ്പോൾ അത് പുലർച്ചെ ഒരു 1 മണിക്ക് ശേഷം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 2 മണിക്കാണ് നമ്മളുടെ ബസ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ലേറ്റായിട്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നല്ല സ്പീഡിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ബസ് ഒരു 3 മണിക്കൂറിൻ്റെ അടുത്തോളം ലേറ്റാണെന്നുള്ളത്. അങ്ങനെ ഒരുപാട് നേരം നമ്മൾ ബസ് സ്റ്റോപ്പിൽ വെറുതെ ഇരുന്നു കേട്ടോ. ബസ് സ്റ്റാൻഡിൽ വെറുതെ ഇരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ കാത്തിരിപ്പിനൊടുവിൽ ഇതാ ബസ് എത്തിയിട്ടുണ്ട്. നമ്മളിതാ ബസ്സിലേക്ക് കയറി. ഞാനും ഇക്കയും മാത്രമല്ല, ഇക്കാക്കും താത്തയും മക്കളും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കുറേ ആയി ഇങ്ങനെ ഒരു ഫാമിലി ട്രിപ്പ് പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നു. പക്ഷെ ഇപ്പോഴാണ് നടന്നത് കേട്ടോ. നമുക്കൊരു എല്ലാവർക്കും ലീവ് കിട്ടിയപ്പോൾ അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പോന്നിട്ടുണ്ടായിരുന്ന ട്രിപ്പായിരുന്നു. ട്രിപ്പ് പോകുന്നത് എവിടേക്കാണെന്ന് പറഞ്ഞില്ലല്ലോ, മൈസൂരിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഒരു 5-5.5 മണിക്കൂറിൻ്റെ യാത്രയ്ക്കൊടുവിൽ മൈസൂർ എത്താനായിട്ടുണ്ട്. നമ്മളുടെ ഒരു പ്ലാൻ പ്രകാരം നമ്മൾ 2 മണിക്ക് ബസ് കയറി ഒരു 7:45 ആകുമ്പോൾ മൈസൂരിലെത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കറങ്ങാൻ ഇറങ്ങാമെന്നൊക്കെ ആയിരുന്നു. പക്ഷേ ബസ് ലേറ്റ് ആയതുകൊണ്ടും കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ലേറ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ ഏകദേശം ഒരു 11:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ബസ് ഇറങ്ങുമ്പം. ബസ് ഇറങ്ങിയ ഉടനെ ഇതാ ഓരോ ഓട്ടോക്കാർ വന്ന് നമ്മളിങ്ങനെ കയറ്റി കൊണ്ടുപോകാൻ ഇങ്ങനെ വിളിക്കും കേട്ടോ. അങ്ങനെ നമ്മളൊരു ഓട്ടോയൊക്കെ പിടിച്ചു നേരെ റൂമിലേക്കാണ് പോകുന്നത്. ഈ ഒരു ഓട്ടോക്കാരനാണ് നമുക്ക് റൂമൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റൂം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ റൂമൊക്കെ എടുത്തൊരുന്ന് ഫ്രഷായി പിന്നെ നേരെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലഞ്ചാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ ഫ്രഷായി ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, പിന്നെ ഒരു റൈസും പിന്നെ പൊറോട്ട, ബീഫ് ഫ്രൈ ഒക്കെ ആയിരുന്നു കേട്ടോ. ഒന്നും വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വിശപ്പ് കൊണ്ടും പിന്നെ വേസ്റ്റ് ആക്കണമെന്ന് കരുതി നമ്മൾ ഫുള്ള് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് മൈസൂരുള്ളൊരു ചർച്ചിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. സെൻറ്റ് ഫിനോമിന എന്ന് പറഞ്ഞിട്ടുള്ള ആ ചർച്ച് ഫുള്ള് ഞങ്ങളൊന്ന് ചുറ്റി കണ്ടു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എന്ത് ഭംഗിയല്ലേ കാണാൻ. അങ്ങനെ അവിടുത്തെ കറക്കൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് നേരെ നമ്മൾ സൂവിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. സൂവിൽ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു, കയറി അവിടെ ഫുള്ളൊന്ന് ചുറ്റി കേട്ടോ. 5 കിലോമീറ്റർ നടക്കാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങ് ഫുള്ളാക്കി. സൂന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ ചാമുണ്ഡി ഹിൽസിലും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം.